ബെന്യാമിൻ എഴുതിയ പുസ്തകം വായിച്ചവന് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം ബെന്യാമിൻ മേളിലും ബ്ലസ്സി താഴെയായിട്ട് നിൽക്കുള്ളൂ. ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷേ ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താണെങ്കിലും വായിച്ചു നോക്കും. പടം നല്ല പടമാണ്. പടം അടിപൊളി പടമാണെന്ന് പറയാൻ പറ്റത്തില്ല. ബുക്ക് വായിച്ചവന് ബുക്കേ ഇഷ്ടപ്പെടത്തുള്ളൂ, പടം ഇഷ്ടപ്പെടത്തില്ല. അതായത് ബെന്യാമിൻ എഴുതിയ പുസ്തകം വായിച്ചവന് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം ബെന്യാമിൻ മേളിലും ബ്ലസ്സി താഴെയായിട്ട് നിൽക്കുള്ളൂ. ഇത് മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ബ്ലസ്സി അതിന് വിഷ്വലൈസേഷൻ്റെ പിന്നെ പരിമിതികളുണ്ടല്ലോ. ബെന്യാമിൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന സംഗതികൾ മൊത്തവും അതേ കണക്ക് വിഷ്വലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4 ദിവസം പടം കാണേണ്ടി വരും. ഇതല്ല. പക്ഷെ പുസ്തകം വായിച്ചിട്ടുള്ളപ്പം നമുക്ക് കിട്ടിയ നമ്മൾ ഒരു മുറിക്കകത്തിരുന്ന് വിങ്ങിപ്പോയ പല സംഭവങ്ങളുമുണ്ട്. പക്ഷേ ആ വിങ്ങലും ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒറ്റപ്പെടലിൻ്റെ വേദന ഒറ്റപ്പെട്ടവന് മാത്രമേ അത് തുള്ളിയെങ്കിലും മനസ്സിലാവുള്ളൂ. എനിക്ക് പുസ്തകം വായിച്ചതിന് പുസ്തകത്തിലുള്ള ആ ഒരു കഥാപാത്രങ്ങളും ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. പൃഥ്വിരാജും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബുക്ക് തന്നെയാണ് എനിക്ക് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ മനസ്സിൽ ബുക്ക് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തത്. ബുക്ക് വായിക്കാത്തവന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അദ്ദേഹം എനിക്ക് എൻ്റെ മനസ്സിന് ഒന്നും കൂടെ ഒരു വിങ്ങലുണ്ടാക്കിയത് ബെന്യാമിൻ്റെ ബുക്ക് ആടുജീവിതം പുസ്തകം തന്നെയാണ്. ബുക്ക് വായിക്കാണ്ട് കാണുന്നതായിരിക്കും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞ മാതിരിയുള്ള അഭിപ്രായം വരത്തുള്ളൂ. കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ബുക്കാണ്. ഇതും ഇഷ്ടപ്പെട്ടു ഇല്ല എന്നർത്ഥമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ബുക്കാണ് എന്നെ ഹോണ്ട് ചെയ്തത്. ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടായിരിക്കാം ആ ഒരു ഫീൽ ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കും. താരതമ്യം ചെയ്യണം. ഭരതൻ അവസാന ആ സമയത്ത് എനിക്ക് ആ ഒരു വിങ്ങലും വീർപ്പൂട്ടലും മരുഭൂമി പെട്ട ഫീലും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, അപ്പം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. കാരണം പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷനും മൊത്തത്തിൽ ഇതിനകത്ത് വേറെ ആംഗിളിൽ നോക്കണമെങ്കിൽ ഈ ആടും പൃഥ്വിരാജായിട്ടുള്ള കണക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അത് ഇരുന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ ബുക്ക് വായിച്ചവർക്ക് ബുക്കിൻ്റെ അത്രയും എന്താണെങ്കിലും നമുക്ക് പടത്തിൽ ആ ഒരു 2 മണിക്കൂർ ടൈമിൽ വരുത്താനൊക്കത്തില്ലല്ലോ. അപ്പം അതിൻ്റെ പരിമിതികളായിരിക്കാം. അതൊരു കണക്ഷൻ നമുക്കത് സിനിമ കാണുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യും. കാരണം അത് ഇവൻ്റെ ഇമോഷൻസ് ആടിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ ചില ഷോട്ട്സൊക്കെ ഭയങ്കര ഷോട്ട്സാണ്. നമുക്ക് ഇൻ്റർവെലിന് തൊട്ട് മുമ്പുള്ളൊരു ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയുന്നില്ല, ഭയങ്കര ഷോട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പാട്ട് എനിക്ക് കൊള്ളാം, എന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണക്റ്റ് ആവുന്നുണ്ട് നന്നായിട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളാ ഒരു നായകൻ്റെ പേഴ്സ്പെക്റ്റീവിലോട്ടായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ വേറെ ലെവലിലോട്ട് പോവാം. എങ്ങനെ 16 അതെനിക്ക് ഓക്കെ 16 വർഷത്തിന് ഗ്യാപ്പുണ്ടോ? ഓക്കെ. പടം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിൻ്റെ മാക്സിമത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയുടെ സ്ഥിരം മാനറിസമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വന്നിട്ടില്ല. എനിക്ക് ഈ ഇംഗ്ലീഷിലെ കാസ്റ്റവേ എന്ന് പറഞ്ഞൊരു മൂവിയില്ലേ ടോം ഹാങ്സിൻ്റെ, അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാം. ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് എനിക്ക്. ശരി, ബുക്ക് വായിക്കാത്ത അങ്ങനെയല്ല എനിക്ക് ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷേ ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താണെങ്കിലും വായിച്ചു നോക്കും. അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ബുക്ക് സിനിമ. ഓക്കെ, ശരി. താങ്ക് യു.